നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് പൊതുവെയുള്ള ഒരു പരിപാടിയാണ് മൊബൈൽ ഫോണിന്റെ കവറിനെ പേഴ്സ് ആക്കുന്ന ഒരു രീതി. ഇങ്ങനെ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഇങ്ങനെ ചെയ്യാറും ചെയ്തിട്ടും ഉണ്ടാകും അല്ലേ? എന്നാൽ ഒരു പേഴ്സ് ചെയ്യേണ്ട പണി കൂടി സ്മാർട്ട് ഫോണിന്റെ കവറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ നശിപ്പിക്കുന്നത് ഫോണിന്റെ കവറിനെ മാത്രമല്ല, ആ ഫോണിനെയും അത് കൊണ്ടു നടക്കുന്ന ആ വ്യക്തിയെയും കൂടിയാണെന്ന്. ചില ആളുകൾ കറൻസി നോട്ടുകൾ മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള കുറിപ്പുകൾ, ബാങ്ക് കാർഡുകൾ എന്നിവയും പേഴ്സിൽ വെക്കുന്ന ലാഘവത്തോടെ സ്മാർട്ട് ഫോണിന്റെ റിയൽ പാനലിനും കവറിനും ഇടയിലുള്ള ഭാഗത്തും സൂക്ഷിക്കാറുണ്ട്. പേഴ്സ് കൊണ്ടു നടക്കാനുള്ള മടി, കാണുമ്പോൾ ഒരു കൗതുകം എന്നിങ്ങനെ പല കാരണങ്ങളാണ് പലരുടെയും ഈ പ്രവൃത്തിക്ക് പിന്നിലുള്ളത്. പക്ഷേ ഇത് ഫോണിനെയും ഫോണിന്റെ കവറിനെയും മാത്രമല്ല, ഫോൺ കൊണ്ടു നടക്കുന്ന ആളിന് പോലും ദോഷകരമാണ്. ഫോണുകൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ചൂടാകാറുണ്ടല്ലേ? പുതിയ പല സ്മാർട്ട് ഫോണുകളും ഫോൺ അമിതമായി ചൂടാകാതിരിക്കാനുള്ള കൂളിംഗ് സിസ്റ്റവും എന്തിനേറെ ഫാൻ വരെ അവതരിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഇത്തരം കൂളിംഗ് സംവിധാനങ്ങൾ ഇല്ലാത്ത സ്മാർട്ട് ഫോണുകളുമുണ്ട്. ഫോൺ ചൂടാകുമ്പോൾ ഇടയിൽ ഇത്തരം സാധനങ്ങൾ ഇരിക്കുന്നത് കൂടുതൽ പ്രശ്നം വഷളാക്കുകയും ചെയ്യുന്നു. ഇത് ഫോൺ ചൂടുകൂടി പൊട്ടിത്തെറിക്കുന്നതിലേക്ക് വരെ നയിച്ചേക്കാം. അതിപ്പോൾ കൂളിംഗ് സംവിധാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്മാർട്ട് ഫോൺ കവറിനുള്ളിലൊന്നും സൂക്ഷിക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്, നമ്മുടെ ഫോണിന്റെയും നമ്മുടെയും. ഇതുകൂടാതെ ഫോണിന്റെ പിന്നിൽ ബാങ്ക് കാർഡുകളും മറ്റും സൂക്ഷിക്കുന്നത് കവറേജ് പ്രശ്നത്തിനും ഇടയാക്കാറുണ്ട്. അതായത് പല ഫോണുകളുടെയും ആന്റിനകൾ അവയുടെ മുകൾ ഭാഗത്തായാണ് സ്ഥാപിച്ചിരിക്കുന്നത്. റിയർ പാനലിന്റെ മുകളിലായി പണമോ കാർഡുകളോ സൂക്ഷിക്കുന്നത് ആന്റിനയ്ക്ക് ഫോണിലേക്ക് സിഗ്നലുകൾ ശരിയായി സ്വീകരിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് ഫോണിന്റെ കവറിനെ ഇനി മുതൽ പേഴ്സായിട്ട് ഉപയോഗിക്കാതിരിക്കാം.